നമസ്കാരം. നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര. മനസ്സിനക്കരെ എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് ആരാധകരുടെ സ്വന്തം നയൻസ്. സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. തെലുങ്കിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം നയൻതാര അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ നടൻ ജൂനിയർ NTRനെ കുറിച്ച് നയൻതാര പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. തനിക്ക് പ്രിയപ്പെട്ട സഹതാരങ്ങളിൽ ഒരാളാണെന്ന് ജൂനിയർ NTR എന്ന് നയൻതാര പറഞ്ഞു. ഒരു ദിവസം ഞാൻ ടച്ച് അപ്പ് ചെയ്യുകയായിരുന്നു. അദ്ദേഹം എന്നെ തന്നെ നോക്കി. എന്തുപറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഇല്ല, എന്തിനാണ് ഇത്രയും മേക്കപ്പ് ചെയ്യുന്നത്? എന്തായാലും നിന്നെ ആരും നോക്കാൻ പോകുന്നില്ല, എന്നെയാണ് നോക്കുക, പിന്നെ എന്തിനു മേക്കപ്പ് എന്ന് ജൂനിയർ NTR. അദ്ദേഹം വളരെ ക്യൂട്ടാണ്. ജൂനിയർ NTRന്റെ ഡാൻസ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരു റിഹേഴ്സലും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും റിഹേഴ്സൽ ചെയ്യില്ലെന്ന് പറയും, പക്ഷെ അവർ ചെയ്യുന്നുണ്ടാകും. എന്നാൽ ജൂനിയർ NTR റിഹേഴ്സൽ ചെയ്യില്ല. ഒരു പക്ഷേ ഇന്ന് ചെയ്യുന്നുണ്ടാവും. പക്ഷെ തന്നോടൊപ്പം അഭിനയിച്ച കാലത്ത് റിഹേഴ്സൽ ഇല്ലായിരുന്നെന്നും നയൻതാര വ്യക്തമാക്കി. പ്രഭാസിനെ കുറിച്ചും അന്ന് നയൻതാര സംസാരിച്ചു. പ്രഭാസ് കുട്ടിയെ പോലെയാണ്, എന്നോടൊപ്പം അഭിനയിച്ച കാലത്തെ പോലെയാണോ ഇപ്പോഴെന്നറിയില്ല. അന്ന് ചാടുകയും തമാശ പറയുകയും ചെയ്യും. എപ്പോഴും തമാശക്കാരനായിരുന്നു. എന്നാൽ ഇപ്പോൾ വലിയ താരമായിരിക്കുന്നു. അതിൽ സന്തോഷമുണ്ടെന്ന് നയൻതാര പറഞ്ഞു. രവി തേജയെ കുറിച്ചും നയൻതാര സംസാരിച്ചു. രവിയും ഞാനും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇപ്പോഴും സുഹൃത്തുക്കളാണ്. പക്ഷേ കാണാറോ സംസാരിക്കാറോ ഇല്ല. രണ്ടുപേർക്കും തിരക്കുകളാണ്. ഞങ്ങൾ സെറ്റിൽ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. രവി തേജയ്ക്കൊപ്പം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നും നയൻതാര ചൂണ്ടിക്കാട്ടി. തെലുങ്കിലെ താരങ്ങൾക്കൊപ്പം ഒന്നിലേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിനാൽ അവർക്ക് തനിക്ക് കുടുംബം പോലെയാണെന്ന് നയൻതാര പറഞ്ഞു. മുമ്പൊരിക്കൽ കണക്ട് സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലാണ് നയൻതാര തെലുങ്ക് താരങ്ങളെ കുറിച്ച് സംസാരിച്ചത്. ഗോഡ്ഫാദർ ആണ് നയൻതാര അവസാനമായി ചെയ്ത തെലുങ്ക് ചിത്രം. ചിരഞ്ജീവി നായകനായ സിനിമ മലയാള ചിത്രം ലൂസിഫറിന്റെ തെലുങ്ക് റീമേക്ക് ആയിരുന്നു. ലൂസിഫറിൽ മഞ്ജു വാര്യർ ചെയ്ത വേഷമാണ് ഗോഡ്ഫാദറിൽ നയൻതാര ചെയ്തത്. നയൻതാരയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഡിയർ സ്റ്റുഡൻസ് എന്ന മലയാള സിനിമയും ഇതിൽ ഉൾപ്പെടുന്നു. നിവിൻ പോളിയാണ് ഡിയർ സ്റ്റുഡൻസിലെ നായകൻ. അതേസമയം ബോളിവുഡിൽ വരെ നടി അരങ്ങേറിയിരുന്നു. ബോളിവുഡിൽ ഷാരൂഖിന്റെ നായികയായി. മാത്രമല്ല, നായകന്മാരില്ലാതെയും സിനിമകൾ വിജയിപ്പിക്കുന്ന നടിയാണ് നയൻസ്. എന്നാൽ ഇപ്പോൾ സിനിമയെക്കാളും കുടുംബജീവിതത്തിനാണ് നടി പ്രാധാന്യം കൊടുക്കുന്നത്. അടുത്തിടെ ഇരട്ട ആൺമക്കളുടെ ജന്മദിനം നടി ആഘോഷിച്ചിരുന്നു. എന്നാൽ നയൻതാര മക്കളെയും കൂട്ടി സിനിമ ലൊക്കേഷനിലേക്ക് വരുന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മക്കൾ ജനിച്ചതോടെ അവരുടെ സംരക്ഷണത്തിനും മറ്റുമാണ് നടി പ്രാധാന്യം കൊടുക്കാറുള്ളത്. ആയതിനാൽ ലൊക്കേഷനിലാണെങ്കിലും അവരെ മാറ്റി നിർത്താൻ നടി ശ്രമിക്കാറില്ല. എന്നാൽ നടിക്കെതിരെ വിമർശനവുമായി യൂട്യൂബറായ അനന്തൻ രംഗത്തെത്തുകയും ചെയ്തു. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അവരെ നോക്കാൻ ആയയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർക്ക് കാശ് കൊടുക്കേണ്ടത് അവരല്ലേ, അല്ലാതെ നിർമ്മാതാക്കളല്ലല്ലോ എന്നാണ് അനന്തൻ പറഞ്ഞത്. മാത്രമല്ല, നടിയുടെ വിവാഹത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നു. നയൻതാര സ്വന്തം കല്യാണം വരെ വിറ്റ ആളാണ്. നെറ്റ്ഫ്ലിക്സിൽ വലിയൊരു തുകയ്ക്കാണ് അവരുടെ വിവാഹം വിറ്റത്. അത്തരത്തിൽ എല്ലാത്തിനെയും വ്യാപാരമായി മാത്രം കാണുന്ന നിലയിലേക്ക് നയൻതാര എത്തി. വലിയൊരു വളർച്ചയ്ക്ക് എത്തിയ ആളാണെങ്കിലും നടിയുടെ ജീവിതം ഇപ്പോൾ റിവേഴ്സ് ഗിയറിലാണ്. പടങ്ങളൊന്നും ഓടുന്നില്ല. നേരത്തെ 12 കോടിയാണ് നയൻതാര ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങിയിരുന്നത്. എന്തിനാണ് ഇത്ര വലിയ പ്രതിഫലം അവർക്ക് നൽകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം തുടരെ സിനിമകൾ പരാജയപ്പെടുകയാണല്ലോ എന്നും നിർമ്മാതാവ് കൂട്ടിച്ചേർത്തു.